നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടോ? എന്താണ് ചൊവ്വാദോഷം? നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോളജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ജാതകത്തിൽ ലഗ്നം 2, 4, 7, 8, 12 ഭാവങ്ങളിൽ ചൊവ്വാഗ്രഹം ഉച്ചസുക്ഷേത്രമല്ലാതെയും ശുഭഗ്രഹ ദൃഷ്ടിയോഗാദികളില്ലാതെയും നിന്നാൽ അതിനെ ചൊവ്വാദോഷമായി കണക്കാക്കുന്നു. ഇത് പ്രധാനമായും വില്ലനായി വരുന്നത് വിവാഹ കാര്യത്തിൽ പൊരുത്ത നിർണയത്തിലേക്ക് വരുമ്പോഴാണ്. സ്ത്രീ ജാതകത്തിൽ 7-ലോ 8-ലോ ചൊവ്വ നിന്നാൽ അതിന് പരിഹാരമായി പുരുഷ ജാതകത്തിൽ 7-ൽ തന്നെ ചൊവ്വയോ തത്തുല്യ ബലവാനായ പാപഗ്രഹമോ വേണം എന്ന് പറയപ്പെടുന്നു. എന്താണ് ഈ ചൊവ്വാഗ്രഹത്തിന്റെ പ്രത്യേകത? ചൊവ്വാഗ്രഹം വളരെ ഊർജദായകമാണ്. ചൊവ്വാഗ്രഹമാണ് ഒരു വ്യക്തിക്ക് എനർജി നൽകുന്നത്. അപ്പോൾ ചൊവ്വാഗ്രഹം ബലം വർദ്ധിക്കുകയോ പാപസ്ഥാനങ്ങളിൽ നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തി വളരെ എനർജറ്റിക് ആയിരിക്കുകയും അവർ കുറച്ച് സ്വഭാവം വളരെ റഫായിരിക്കുകയും ആണ്. അപ്പോൾ അവരുടെ പെരുമാറ്റം വളരെ റഫായിരിക്കും. ഇവർ വളരെ ദേഷ്യവും വാശിയും കോപവും ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കുന്ന പങ്കാളി വളരെ സാധു സ്വഭാവമുള്ള ചൊവ്വാഗ്രഹത്തിന് ബലം കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരോട് വളരെ മൃഗീയമായി പെരുമാറാനും അവരെ മർദ്ദിക്കുവാനും ഒക്കെയുള്ളൊരു സാധ്യതകൾ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ചൊവ്വാഗ്രഹത്തിന് തത്തുല്യമായ ബലാവസ്ഥയുള്ള ഒരു വ്യക്തി തന്നെയാണ് പങ്കാളിയായി വരുന്നതെങ്കിൽ അവർക്ക് അവരോട് കിടപിടിച്ച് നിൽക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് അതിനെ പ്രതിരോധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വാശിയും ദേഷ്യവും കോപവും അക്രമ സ്വഭാവവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള ബലമുള്ള ചൊവ്വാഗ്രഹമുള്ള ജാതകമുള്ള വ്യക്തിയാണ് ആ വ്യക്തി വിവാഹം കഴിക്കുന്നെങ്കിൽ അവർക്ക് അതിനെ പ്രതിരോധിക്കുവാനും അങ്ങനെ ആ ചൊവ്വാദോഷത്തിൻ്റെ ദോഷഫലത്തെ സ്വയം പ്രതിരോധിക്കുവാൻ സാധിക്കും. ഈ ചൊവ്വാഗ്രഹം അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ വളരെ റഫായിട്ട് സംസാരിക്കുകയും വളരെ മോശമായി പെരുമാറുകയോ മൃഗീയമായി പെരുമാറുകയൊക്കെ ചെയ്യുന്നത് മൂലം തൻ്റെ പങ്കാളിക്ക് അത്തരം അവസ്ഥകളെ നേരിടാനുള്ള മനോബലമുള്ള ചൊവ്വാഗ്രഹത്തിന് ബലം കുറവുള്ള വ്യക്തിയാണെങ്കിൽ അവർ ക്രമേണ വളരെ പെട്ടെന്ന് തന്നെ രോഗിയായി തീരുകയോ മരണപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം അവർ നിയമപരമായി തന്നെ വിവാഹ മോചനം നേടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ചൊവ്വാഗ്രഹം ബലാധിക്യമുള്ള വ്യക്തികൾ പോലീസ്, പട്ടാളം പോലെയുള്ള സായുധ സേനകളിൽ ജോലി നേടുന്നതിന് വളരെ മികച്ചവരായിരിക്കും. അവർക്ക് അതിനുള്ള മനോബലവും ഊർജ്ജസ്വലതയും ശാരീരിക ക്ഷമതയും ഒക്കെ അവർക്ക് അതിനുണ്ടായിരിക്കും. പോലീസ്, പട്ടാളം പോലെയുള്ള മേഖലകളിലെ കഠിനമായ പരിശീലനങ്ങൾ നേരിടാനും അതിൽ വിജയിക്കുവാനും ഒക്കെ ഇത്തരം ചൊവ്വാദോഷമുള്ള വ്യക്തികൾ വളരെ അനുയോജ്യരാണ്. അപ്പോൾ അവരുടെ കഴിവിനെ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുകയും അവരുടെ എനർജി ലെവൽസിനെ ക്വയറ്റായി നാച്ചുറലായി തന്നെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയും അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചൊവ്വാദോഷം കൊണ്ടുണ്ടാകുന്ന ദുരിത വിഷയങ്ങൾക്ക് ഒരു പരിധിവരെ ശമനമാവുകയും ചെയ്യും. എന്നാൽ ഈ ചൊവ്വാദോഷത്തിന് പരിഹാരമായി പൂജകളോ വഴിപാടുകളോ ഹോമങ്ങളോ ഒന്നും വലിയ ഗുണം ചെയ്യുന്നതായി കണ്ടുവരുന്നില്ല. എന്നാൽ അനുയോജ്യമായ രത്നധാരണത്തിലൂടെ ചൊവ്വാദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ അവർ ചൊവ്വാദോഷമുള്ള വ്യക്തികളാണെങ്കിൽ അവർ കായിക പരിശീലനങ്ങളിലൂടെ അവരുടെ എനർജി ലെവൽസ് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ശാന്തതയും സമാധാനവും ഒക്കെ കൈവരുന്നതായും കണ്ടുവരുന്നു. നിങ്ങൾ ചൊവ്വാദോഷമുള്ള വ്യക്തിയോ ചൊവ്വാദോഷമുള്ള വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലോ നിങ്ങളുടെ ജീവിത പങ്കാളി ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയോ ആണ് എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.